ദേശീയ ഈ മന്ത്രിമാർ തമ്മിലുള്ള പടലപ്പിണക്കം അത് പാർട്ടി പരിശോധിക്കുന്നു, ചില ആളുകൾ വിട്ടുനിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ എങ്ങനെ അത് അടിസ്ഥാനമുണ്ടോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി ആവർത്തിക്കാം. ഈ മാധ്യമങ്ങളും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും ഇനിയുള്ള ഒരു കൊല്ലം ഞാൻ എൻ്റെ സഹാക്കളോടും നാട്ടുകാരോടും ജനങ്ങളോടെല്ലാം പറഞ്ഞിട്ട് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കണം. കളവ്, അസംബന്ധങ്ങൾ എല്ലാം എഴുന്നള്ളിച്ച് രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കൊല്ലാണ് ഇനി വരാൻ പോകുന്നത്, അടുത്ത മെയ് വരെ. കാരണം തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒന്നും പറയാനില്ല, ഒരഴിമതിയെ പറ്റിയും പറയാനില്ല, കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി മാത്രമേ സ്പർശിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ UDF-ന് വേണ്ടി അതുപോലെ തന്നെ BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കുന്ന മാധ്യമങ്ങളും കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ കോർപ്പറേറ്റുകൾ തന്നെ പ്രസിഡൻ്റായിട്ടുള്ള പാർട്ടിയും ഒക്കെ ഉള്ള നാടാണ് ഇപ്പോൾ കേരളം. മുമ്പത് കേരളത്തിലുണ്ടായിരുന്നില്ല. ഞാനൊരു പത്രസമ്മേളനം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ KG മാരാറിനെ പോലുള്ളവരായിരുന്നു അന്നത്തെ ജനസംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനും നേതാക്കന്മാരും. ഇപ്പോഴും കോർപ്പറേറ്റുകളുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖൻ ഒരു പാർട്ടിയുടെ പ്രസിഡൻ്റായിട്ട് കേരളത്തിൽ നിൽക്കുമ്പോൾ ചാനലുകളും അതുപോലെ തന്നെ വാർത്താ ശൃംഖലകളും മുഴുവൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് ഇനിയും വരാൻ സാധ്യതയുള്ള തെറ്റായ വാർത്തകളെ സംബന്ധിച്ച് നല്ലതുപോലെ ധാരണ ജനങ്ങൾക്കുണ്ടാവണം. ഞങ്ങൾക്ക് കൃത്യമായിട്ടുണ്ട്, അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാർ തമ്മിലുള്ള എന്ത് പറഞ്ഞ് പടലപ്പിണക്കം, അങ്ങനൊരു പടക്കവും ഇല്ല. നല്ല യോജിപ്പിലാണ് മന്ത്രിമാരുള്ളത്. മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നവും വരുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള നിരവധിയായ അസംബന്ധങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ആളുകൾ, ജനങ്ങൾ ഇതെല്ലാം കരുതിയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വരികൾക്കിടയിൽ വായിക്കാനും, ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, കാണുന്നതിൻ്റെ അപ്പുറം കാണാനും ഉള്ള ശേഷി നേടിക്കൊണ്ട് മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷ ആശയങ്ങളെയും അതിൻ്റെ ഉൽപ്പന്നമായിട്ട് രൂപപ്പെട്ടു വന്ന ഗവൺമെൻറ്റിനെയും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ നമുക്ക് ശരിയായ ദിശയിലേക്ക് നയിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുള്ളൂ എന്ന കാര്യം ഒന്നുകൂടി ആവർത്തിക്കുക. ഈ പാർട്ടിയിൽ എന്തോ പുതിയ ത്രയമൊക്കെ വന്നെന്ന് പറഞ്ഞു, മാഷ് അറിഞ്ഞായിരുന്നു? ഞങ്ങൾക്കറിയില്ല, ഒരു ത്രയവും പാർട്ടിയില്ല. പാർട്ടിയിൽ ഒരു ത്രയവും ഇല്ല, വെറുതെ പറയാം. പാർട്ടിയായിട്ട് തന്നെയാണ് പോകുന്നത്. ഒറ്റക്കെട്ടായ പാർട്ടിയാണ് കേരളത്തിലെ പാർട്ടി. അതിലൊരു ത്രയത്തിൻ്റെയും പ്രശ്നമില്ല. ആണ്, അത് മനസ്സിലായില്ലേ? മനസ്സിലായി. അത് മനസ്സിലായി. അത് നമുക്ക് വെക്കാം, അതുപോലെ അത് വെച്ചാൽ നോക്കിയിട്ട് വെക്കാം. അല്ല, നിങ്ങൾ സൂചിപ്പിച്ച ഞങ്ങളത് തിരുത്തിക്കോളാം. അതിന് ആർക്കാ തർക്കമുള്ളത്? ഒന്നും പരിശോധിക്കുന്നില്ല. ഇതൊന്നും പരിശോധിക്കൊണ്ട് ഒരു കാര്യമില്ല. വെറുതെ ആവശ്യമില്ലാതെ പണിക്ക് പുറപ്പെടാൻ നമ്മുടെ ഞാൻ നിങ്ങളോട് നേരത്തെ പറയുന്നില്ല, അതല്ല നമ്മളെ പണിയുന്നു. മതി.